ഓ ശരീരം കീറി മുറിക്കാതെയുള്ള പോസ്റ്റ്മോർട്ടം വിർച്വൽ ഓട്ടോപ്സി നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇതിനായി 30 കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നതെന്ന് മുരളീധരൻ പറയുന്നു. ശരീരം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം ചെയ്യുക വളരെ അത്യാവശ്യമായി വേണ്ട കാര്യമാണ്. കാരണം ഒരു ആരോഗ്യ സുരക്ഷാ വകുപ്പ് എന്ന് പറഞ്ഞ വകുപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഒന്നെന്ന് പറയുന്നത് ഗവൺമെന്റ് ഡോക്ടർമാർക്ക് കൂടുതൽ സ്റ്റാഫുകൾ ഇല്ലാത്തതിന്റെ പേരിൽ കത്രിക വെച്ച് മറന്ന സംഭവം ഉണ്ടായി. അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ തിരക്ക് മൂലം പലരുടെയും ഡയഗ്നോസിസ് തെറ്റിയതായിട്ടും ലെഫ്റ്റ് ലെഗിന് പകരം റൈറ്റ് ലെഗ് എക്സ്റേ എടുക്കാൻ വിട്ട് ഡോക്ടർക്ക് നേരിട്ട പ്രശ്നങ്ങളടക്കമുള്ള പല പ്രശ്നങ്ങൾ, പോരാത്തതിന് ഡോക്ടർമാർക്ക് നേരെയുള്ള അക്രമങ്ങൾ വരെ നടന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമാണ് ഡെഡ് ബോഡി. അതായത് ഇതൊന്നും ഇവിടെ ആരെങ്കിലും ആവശ്യപ്പെട്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല, ചിന്തിച്ചു പോലും കാണത്തില്ല. വളരെ വെറൈറ്റി ആയിരിക്കുന്നു. ഇത്രയും വെറൈറ്റി, ഇതുപോലത്തെ വെറൈറ്റികൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് എനിക്കറിയത്തില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയും യാതനയും ദുരിതവും ഓരോ മെഡിക്കൽ കോളേജിലും ചെന്നാൽ നിങ്ങൾക്ക് ഡെയിലി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അതിനിടയിൽ നിന്ന് മുരളീധരന്റെ കണ്ടുപിടുത്തമാണ്. ഇയാൾ ശരിക്കും എന്തൊരു നാണക്കേടാ ഇത്. കരുണാകരന്റെ മകനായിട്ട് ഇതൊക്കെയാണോ പറയുന്നത്? ഭയങ്കര നാണക്കേടായി പോയി. കരുണാകരൻ എത്രക്കാരനൊന്നും അല്ല, എന്നാലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് നിർബന്ധമായി നടപ്പാക്കണം സാർ. അത് ഇനി എത്ര ഫണ്ട് ആയാലോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുക 30 അല്ല 300 കോടിയാണല്ലോ എന്ന് വെച്ചാൽ ഇവൻ മരിച്ചു കഴിയുമ്പോൾ ഇവന് കീറുമ്പോൾ ഇവന് വേനെടുക്കുന്നത് മേടിക്കുന്നവന്മാരാണ് ഇവന്മാര്. എനിക്കറിയത്തില്ല ഡെഡ് ബോഡി പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? പുഴുവരിക്കാൻ പോവോ, കത്തിക്കാൻ പോവോ, എല്ലാം അടച്ചിടാൻ പോവുക? ഇതിനെ എന്തിനാ വേദനിപ്പിക്കാതിരിക്കുന്നത്? അത് മുറിച്ചാൽ എന്താ കുഴപ്പം? മറ്റേ ഓട്ടോപ്സി അത് ചെയ്യുന്നതിനകത്ത് എളുപ്പമാണെങ്കിൽ അതിന്റെ സമയലാഭം എന്ന് പറഞ്ഞ പോലത്തെ രീതിയിലൊക്കെയാണ് മനസ്സിലാക്കുന്നതെങ്കിൽ അതിനകത്തും കുഴപ്പമുണ്ട്. ഇവിടെ അതിനും വേണ്ട സമയമൊന്നും വേറെ എന്തെല്ലാം കാര്യത്തിനാണോ സമയമില്ലാത്ത എല്ലാം ഡിലേയാ. ഈ മനുഷ്യൻ രോഗികൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ഇപ്പം ഒരു പേഷ്യന്റ് എന്ന് കഴിഞ്ഞാൽ മരിക്കുമല്ലോ, കൂടുതൽ പേരും അവസ്ഥ വിട്ട് അവിടെ കിടന്ന് മരിച്ചു പോകും, അല്ലെ ചികിത്സ കിട്ടാതെ മരിച്ചു പോകും. പിന്നെ ഇനി ഓട്ടോപ്സിക്കാരന് കുറച്ച് എളുപ്പമാക്കാൻ ടെക്നോളജി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചെറിയ ചിലവായതുകൊണ്ട് അതിന്റെ സമയം ലാഭിക്കാനായിരിക്കും. അപ്പൊ ഈ ഓട്ടോപ്സി പഠിച്ചേക്കുന്ന ഡോക്ടർമാരൊക്കെ എന്തിനാ അവന്മാർക്ക് സമയം ലാഭിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ഇനി പെട്ടെന്ന് അങ്ങ് കേസുകൾക്ക് എന്തെങ്കിലും മറ്റതാക്കാൻ പറ്റുന്നതാണോ? അങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടാവുമോ? നല്ല രസമായിരിക്കും. ഇവിടെ എന്തോ ചെയ്താലും ഈ ഓട്ടോപ്സി എന്ന് പറഞ്ഞ റിപ്പോർട്ടും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും അല്ല ഇവിടെ പരിപാടി നടക്കുന്നത്. ഇമാര് മൊത്തം ഉടായ്പ തടയാനായിട്ട് ഇതൊന്നും പോരാ. ഈ പറഞ്ഞ ഒരു കേസ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഓക്കെ, ഒരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് അറിയണം. അതറിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതൊരു അരമണിക്കൂർ കഴിഞ്ഞറിഞ്ഞാൽ എന്താ കുഴപ്പം? പിന്നെ ഡോക്ടർ പറ്റിക്കുക എന്നുള്ളത്, ഡോക്ടർ പറ്റിക്കുന്ന രീതിയിലാണ് ഈ സിസ്റ്റം പറ്റിക്കാൻ പറ്റും. അത് ആ റിപ്പോർട്ട് തെറ്റിക്കാൻ വലിയ പാടൊന്നുമില്ല. പിന്നെ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സെറ്റപ്പിനകത്തോട്ടല്ല ഇതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് മാത്രം ഒറ്റയ്ക്ക് ഇരുന്നാലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അല്ല പിന്നെ ഇതിന് പുറകിലുള്ള ബാക്കിയുള്ള ഒരുപാട് സിസ്റ്റംസ് അതിനോടൊപ്പം ആ രീതിക്ക് തന്നെ കണക്ട് ചെയ്യണം. ഇവിടെ അതൊന്നും ഇല്ല. ഓട്ടോപ്സി മാത്രം ഒരു സ്ഥലത്തൊരു മെഷീൻ ചെയ്യുമെന്ന്, അതും വിർച്വൽ ഓട്ടോപ്സി, ഭയങ്കര സൂപ്പർ സാധനമായിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തിനാണ് ഇത് ചെയ്തത്, ഇവിടെ ഇതിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം ഈ രംഗത്ത് ഈ പറഞ്ഞ പോലീസിന്റെ സിസ്റ്റവും അതുപോലെ തന്നെ ആശുപത്രികളുടെ സിസ്റ്റവും ഇത് തമ്മിൽ ഇന്റർകണക്ട് ചെയ്യുമ്പോൾ ഈ സാധനം വളരെയധികം മെച്ചപ്പെട്ട എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന്. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് എല്ലാവരെയും ആത്മഹത്യ അല്ലെ സ്വാഭാവികമല്ലാത്ത ആശുപത്രിയിൽ ചെന്നിട്ടും അല്ലാത്ത എന്ത് മരണവും ഓട്ടോപ്സി ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് സമയം ലാഭിക്കാം, കൂടുതൽ പെട്ടെന്ന് അടക്കം നടത്താം. അല്ലെങ്കിൽ എന്താ പിന്നെ അതുകൊണ്ടുള്ള പ്രയോജനം? റിസൾട്ട് പെട്ടെന്ന് കിട്ടുമായിരിക്കും അല്ലേ? അങ്ങനെ ഒരു ഗുണമുണ്ട്. അങ്ങനെ വീട്ടുകാർക്കൊക്കെ ഒരു സമാധാനം ഉണ്ടാവുമായിരിക്കും അങ്ങനെയൊക്കെ മരിച്ചവർക്ക്. ഇതിപ്പോൾ എന്തോ ഇന്നിപ്പോൾ മരിച്ചു, രാവിലെ ഇത്ര മണിക്കൂർ കൊണ്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കാർ വരാറുണ്ട്. ഇത് വലിയ സീനൊന്നും അല്ല. പിന്നെ ഇവിടെ ഉള്ള ഈ ആൾക്കാരുടെ കമന്റ് എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ടാ. ഇവരുടെയൊക്കെ വിചാരം മരിച്ചു കഴിഞ്ഞാൽ കീറിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ ഏതാണ്ട് ഉണ്ടാവും എന്നുള്ളൊരു പേടിയുണ്ട് പലർക്കും. അപകടം ഉണ്ടായ ചികിത്സയിൽ ഇരുന്നിട്ട് മരിച്ചവരെയും വർഷങ്ങളായി കിടപ്പിലായവരെയും പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് ഒഴിവാക്കാൻ കമന്റ്. അഭിനന്ദനങ്ങൾ, സ്വാഗതാർഹം, എല്ലാവരും ആഗ്രഹിക്കുന്ന വിഷയം, മരിച്ചവരോട് ചെയ്യുന്ന ബഹുമാനം, ആദരവ് എന്നൊക്കെ. ഇവർക്ക് ഇതിന്റെ ആവശ്യം മനസ്സിലായിട്ടില്ല. ഇതിന്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഓട്ടോപ്സി എന്ന് പറയുന്ന സംഭവം വല്ല ആത്മഹത്യയോ കൊലപാതകമോ ആണോ എന്ന് നിശ്ചയിക്കുന്നിടത്തുള്ള സ്പീഡ്, പിന്നെ ഈ പറഞ്ഞ ആക്യുറസി കൊണ്ട് ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ വേണ്ട ഇതൊരു ഡോക്ടർ ചതിക്കുമോ വഞ്ചിക്കുമോ എന്നുള്ളൊരു പേടിയുള്ള സ്ഥലമുണ്ട്. ഈ കേസുപരമായിട്ട് ബന്ധപ്പെട്ട് കൊലപാതകം ആത്മഹത്യ കൊലപാതകമാക്കുക, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇത് ബെറ്റർ തന്നെയാണ്. പക്ഷേ അതിന് പാരലൽ സിസ്റ്റമായ പോലീസോ അല്ലെ കോടതിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളും അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഇത് പ്രയോജനമായിരിക്കും. മനസ്സിലാകുന്നല്ലോ? പക്ഷെ ഇവിടെ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഞാൻ പറയാം ഇവിടെ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ വളരെ സൂപ്പറാണ്, നല്ല തിയേറ്ററുണ്ട്, പക്ഷെ നല്ലൊരു സർജൻ ഇല്ല. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറക്കി വരുമ്പോൾ മരുന്നില്ല,
കിടക്കുന്ന സ്ഥലം വല്ല പറമ്പിലോ വല്ലോ ആണ് അയാൾ ഇൻഫെക്ഷൻ അടിച്ച് മരിച്ചു പോകുമെന്ന് പറയുന്നതൊരു അവസ്ഥയത്. ഇവിടെ ഇത് മാത്രം കൊണ്ടുവന്ന് വെച്ചത് കൊണ്ടൊന്നും തീരുന്നില്ല. അല്ല പിന്നെ ഇതിൻ്റെ ബാക്കി എന്തൊക്കെയാണ് അതിനപ്പുറത്ത് ചെയ്തതെന്ന് നമുക്കറിയണം. ഇതുകൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല. അത് 30 കോടി വേസ്റ്റ് ആവത്തേ ഉള്ളൂ. വെറുതെ കൊണ്ട് വെക്കാം. പിന്നെ അതുകൊണ്ട് കുറച്ച് നാൾ ഇതും കൊണ്ട് അതിനകത്തൊന്ന് കുറച്ച് കാശ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ഇതിനകത്ത് വെക്കണമെന്നുണ്ട് സ്പെഷ്യൽ പൈസ അല്ലേ. ഈ ടോയ്ലറ്റ് ഒരിടയ്ക്ക് അതും കൊണ്ട് വന്നു കാണാനില്ല അല്ലേ, എവിടെ പോയോ എന്തോ. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നടത്തിയാലും നടത്തിയില്ലെങ്കിലും പ്രത്യേകിച്ച് ആരും ഒന്നും വന്ന് പരാതി പറയത്തില്ല. കാരണം ഡെഡ് ബോഡി ഒന്നും വന്ന് അങ്ങനെ വലിയ പ്രതിഷേധമൊന്നും നടത്താറില്ല മരിച്ചു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഈ ഡെഡ് ബോഡി തൊട്ട് കംപ്ലൈൻറ്റും പറയത്തില്ല. അയ്യോ എൻ്റെ ഡെഡ് ബോഡിക്ക് വേദനിച്ചേ, അതുകൊണ്ട് എനിക്ക് മറ്റേ ഓട്ടോപ്സി ആയിരുന്നു വേണ്ടതേ എന്നും പറയാത്തത് കൊണ്ട് ഇമാതിരി സ്കീമും ഒക്കെ ആയിട്ട് വന്നാൽ കുറച്ച് എളുപ്പമുണ്ട്. ഇത് എവിടുന്നോ ആരായിട്ട് കൊണ്ടു കൊടുത്ത ഐഡിയ ആണ്, ഇവിടെ ഇല്ലല്ലോ. എന്നാൽ പിന്നെ നിങ്ങൾക്ക് യുത്തനേഷ്യ അങ്ങ് ലീഗലാക്ക്. അത് മനുഷ്യന് പറയാനുള്ള കാര്യമാണ്. പല ഡെവലപ്ഡ് കൺട്രീസിൽ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈ സിസ്റ്റം കാണും. എന്താ അത് കൊണ്ടുവരാത്ത? ജീവിച്ചിരിക്കുന്നവരുടെ പ്രശ്നത്തിൽ ഇടപെടാതെ ഈ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഇത് ഏത് ഡെഡ് ബോഡിയാണ് ഇവനോടൊക്കെ ഒന്ന് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ വേണമെന്ന്. മരിക്കുന്ന ഡെഡ് ബോഡിയോട് ആദരവ്, ഡെഡ് ബോഡിക്ക് വേദനിക്കരുത്. ഇതെന്റെ ഒരുത്തിന് അടിച്ചു വെച്ചത് നെഗറ്റീവ് കമന്റിന് കുറെ ഊളകൾ കാണും. നല്ല കാര്യമാണ്. അവരുടെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചാൽ പോസ്റ്റ്മോർട്ടം കീറി മുറിച്ച് ചെയ്യുമ്പോൾ അവർക്ക് പൊള്ളും. പോസ്റ്റ്മോർട്ടം തൊട്ട് നമ്മളെല്ലാവരും കാക്കട്ടെ. ഇതെല്ലാം പറ്റുന്ന എവിടെയാണെന്നറിയാം. ഇവർ വിചാരിച്ചേക്കുന്ന രീതിക്കല്ല ഇത് കൊണ്ടുവന്നേക്കുന്നത്. മനസ്സിലായി? ഈ ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞ രീതിയിൽ, അതായത് പോലീസ് കേസ് പ്രശ്നങ്ങൾ പിന്നെ ടൈം സേവ് ചെയ്ത് ഇത് നടത്താൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കീറി മുറിക്കുന്ന സെന്റിമെന്റ്സ് ഒക്കെ മനസ്സിലായ സാധാരണക്കാരന്റെ പൊട്ടത്തരമാണ്. മനസ്സിലായി? അതേ പൊട്ടത്തരം ഈ പുള്ളിക്കൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു ആശുപത്രിയിൽ സുഖമില്ലാത്ത ആളെ കൊണ്ടുപോകുന്ന വഴിക്ക് മരിച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് സർവ്വസാധാരണമായി കാണുന്നു. കിഡ്നി പേഷ്യൻ്റ് ആയിരുന്ന 5 കൊല്ലം ഡയാലിസിസ് ആയി പോകുന്നുള്ള നോക്കി ഒരു മണിക്കും പോകാതെ വണ്ടിയും ഇട്ടാണ് നോക്കിയിരുന്നത്. അവസാന കാലഘട്ടത്തിൽ ആഴ്ചയിൽ 3 ഡയാലിസിസ്, ശ്വാസം മുട്ട് ഒരു എപ്പോൾ പറയാൻ പറ്റില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള എതിർപ്പാണ്. മനസ്സിലായോ? ഇതുകൊണ്ട് മരിച്ച ആൾക്ക് വല്ല മെച്ചമുണ്ടോ? നല്ല കാര്യം. പിന്നെ അവർക്ക് വേദന ഉണ്ടാവില്ല. ആൾക്കാർ കളിയാക്കുന്നുണ്ട്. ശരിയായ കീറി മുറിച്ചാൽ മൃതദേഹത്തിന് വേദനിക്കും. നല്ലതാ. 30 കോടി അടിച്ചു മാറ്റാനുള്ള വഴി തേടുകയാ. അത് ഒരു വിധത്തിൽ ശരിയാ കേട്ടോ. കാരണം എന്നാണെന്നറിയോ, ഇതിനകത്ത് ഈ വിർച്വൽ ഓട്ടോപ്സി എന്ന് പറയുമ്പോൾ പിന്നെയും പ്രശ്നങ്ങൾ അതിനകത്ത് ഒത്തിരി ഈ ടെക്നോളജി കൊണ്ട് അത്ര പെർഫെക്റ്റ് ആണോ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ വിഷാംശമോ അല്ലെ മറ്റു ചില കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ചെറുതായിട്ട് കീറാതെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം ഒന്നും പോസിബിൾ ഒന്നും ആയിരിക്കത്തില്ല. 100% ഇത് എന്താ പറയണ്ടേ റിസൾട്ട് കൊടുക്കുന്ന ഒരു മെഷീനോ അല്ലെ ടെക്നോളജിയോ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. നമ്മൾ അതിനെപ്പറ്റി എല്ലാം പിന്നെ ഗൂഗിളിനോട് ചോദിക്കേണ്ടി വരും. വേണമെങ്കിൽ ഗൂഗിൾ അതും പറയാൻ പറ്റത്തില്ലല്ലോ. ടെക്നോളജി ഇപ്പോൾ ഇത്ര അഡ്വാൻസ് ആണെങ്കിൽ പോലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു വിഷാംശം പോയി കഴിഞ്ഞാൽ ഇതേ മെഷീനിൽ കൊണ്ടിട്ടിട്ട് കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. പാമ്പ് കടിച്ചാണെങ്കിൽ ഏത് പാമ്പ് കടിച്ചെന്ന് അറിയാൻ പറ്റണ്ടേ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും വിഷാംശം ഉള്ളിൽ പോയാൽ നേരെ ഫുഡ് പോയിസണോ അല്ലെങ്കിൽ ഇത് എന്തോ ആണോ വെച്ചാൽ ആദ്യം ഈ മെഷീനിൽ കൂടെ കയറ്റുക. ബോഡിയെ തന്നെ, ഡെഡ് ബോഡി കയറണമെന്നില്ല അല്ലേ. എളുപ്പമായില്ലേ? ഈ ആനുകൂല്യം മരിച്ചവർക്ക് മാത്രം. ഉടനെ എല്ലാവരും മരിക്കാൻ തയ്യാറായിക്കൊള്ളുന്നു. അതെ, ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് വലിയ ആനുകൂല്യങ്ങളില്ല. ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി നോക്കിയാൽ വരാന്തയിലൊക്കെ കിടക്കുന്നേ പേഷ്യൻസ് അട്ടിയടുക്കി കിടക്കുക. അതിനൊന്നും ഒരു ഇതുമില്ല. കുറെ ബിൽഡിംഗ് അവിടെ ഇവിടെയൊക്കെ പണിത് വെച്ചിരുന്നു. നാറികൾ, നാശം, നാണം കെട്ടവന്മാർ, ഉപദ്രവകാരികൾ, ഇടിഞ്ഞു എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ. ഇതൊരു മനുഷ്യനോട് ചെയ്യാവുന്ന പണികളാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. എല്ലാ ഗവൺമെന്റും കണക്കാ. ഇതിൽ നിന്ന് ഒരു 10 കോടി കമ്മീഷൻ. വയനാട് വീടുകൾക്ക് കല്ലിട്ടതുപോലെ ആ പൈസ കൊടുത്ത് ഒരു സ്കാനിങ് മെഷീൻ വാങ്ങുക, അല്ലെങ്കിൽ ജീവനുള്ളവർക്ക് പുഴുക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ആദ്യം ജീവിച്ചിരിക്കുന്നവർ കിടന്ന് അനുഭവിക്കുന്ന ആ സ്ഥലത്തോട്ട് ചെന്നൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്താ ചെയ്യേണ്ടത്. വെറുതെ ഒന്ന് നടന്നാൽ മതി. അതിനിടെ കൂടെ ഞാൻ വേണേൽ നടന്ന് കാണിക്കാം. ഞാൻ വേണേൽ നടന്ന് വീഡിയോ എടുത്ത് കാണിക്കാം. ഇതൊന്നും കാണിക്കാൻ കൊള്ളാത്ത, ഇനി അതിന്റെ ആവശ്യമില്ല, കാണിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ കൊണ്ട് നടന്ന് കാണിച്ചതുകൊണ്ട് എനിക്കെന്താ പറയാൻ? ഞാൻ അതല്ല ചെയ്യേണ്ടത്. ഞാൻ ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യാനായിട്ട് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ മത്സരിച്ച്, പക്ഷേ ആരും എനിക്ക് വോട്ട് ചെയ്തില്ല. ഇത് കണ്ടോണേ, നമുക്ക് ആ സാധനം എന്താ പറയുക, ഈ ഓട്ടോപ്സി മെഷീനിനെ പറ്റി ഒരു ചെറിയ പഠനം ഗൂഗിൾ വഴി ഒന്ന് കറങ്ങി നോക്കിയാൽ എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളതാണ്. വിർച്വൽ ഓട്ടോപ്സി മെഷീൻ, ഓട്ടോപ്സി സക്സസ് റേറ്റ് നോക്കട്ടെ. വിർച്വൽ ഓട്ടോപ്സി ഓർ വിട്രോപ്സീസ് ഡു നോട്ട് ഹാവ് എ സിംഗിൾ സക്സസ് റേറ്റ് ആസ് ദെയർ ആക്യുറസി ഡിപ്പെൻസ് ഓൺ ദ കോസ് ഓഫ് ഡെത്ത്.
for traumatic injuries, example accidents, gunshot wounds, fractures. Virtual autopsies achieve an accuracy and concordance rate at 82% to 100% when compared to conventional autopsies. അതായത് ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്. ഡെഫിഷ്യൻസി ഓഫ് ടെക്നോളജി ബ്രേക്സ് ഡൗൺ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ഈസ് ബീങ് ഇൻവെസ്റ്റിഗേറ്റഡ്. ട്രോമാറ്റിക് ഡെത്ത് 100%. ഐഡൻറ്റിഫൈ ബോൺ ഫ്രാക്ചേഴ്സ്, അത് ശരിയാ, സ്കാനർ അല്ലേ, പെട്ടെന്ന് കിട്ടും. സോഫ്റ്റ് ടിഷ്യൂ ആൻഡ് ന്യൂറോളജിക്കൽ പോസ്റ്റ്മോർട്ടം MRI പ്രൊവൈഡ്സ് എക്സലൻറ്റ് ഡയഗ്നോസ്റ്റിക് ആക്യുറസി ഫോർ സെറിബ്രൽ ലീഷൻസ് ആൻഡ് ഫാറ്റൽ അബ്നോർമാലിറ്റീസ്. ഓക്കെ, അതും കണ്ടുപിടിക്കാൻ പറ്റും. Natural deaths and infections accuracy drops significantly, often below 50 to 60%. For determining causes of death related to infections, toxins, or microscopic organ cellular changes. Key advantage is speed, evidence preservation. Results can be digitally stored, reviewed later, and provide objective data without altering the body. ആ സ്ഥലത്ത് ഈ ഡോക്ടർമാർ പറ്റിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥാനത്തിനകത്ത് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ സിസ്റ്റം ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്തേക്കുന്ന പോലെ ഇരിക്കും. അതിൻ്റെ ആക്യുറസി ഒക്കെ കൊള്ളാം, പക്ഷേ ഇത് വേണേൽ ഓൾട്ടർ ചെയ്ത് ഇമാർ പറ്റിക്കും. Cultural religion acceptability. The non-invasive nature makes it highly acceptable alternative for families who object to traditional dissection of for religious or emotional reasons എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള സെൻറ്റിമെൻറ്റ്സ് ഇവിടെ കണ്ടത്. പലരും സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് കേട്ടില്ലേ, ഓ ആ ഡെഡ് ബോഡിയോട് ചെയ്യാവുന്ന എന്തുവാണ് ടിഷ്യൂ സാമ്പിളിംഗ്. ഇമേജിംഗ് അലോൺ കനോട്ട് പ്രൊവൈഡ് ടിഷ്യൂ സാമ്പിൾസ് ഫോർ ടോക്സിക്കോളജി ഡ്യൂറിംഗ് ഡ്രഗ് ടെസ്റ്റിംഗ് ഓർ മൈക്രോബയോളജി identifying specific bacterial infections. False positives. Normal postmortem changes in the body can sometimes be misinterpreted as pathological findings on a scan. Many forensic and research institutes suggest combining virtual imaging and minimal invasive biopsies as a comprehensive approach. For comprehensive data, research findings and system reviews can be assessed as via ഏതാണ്ടൊക്കെ എഴുതി. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ചില വളരെ കുറച്ച് സ്ഥലങ്ങളിൽ കീറണ്ടായിട്ടും വരും. മനസ്സിലായല്ലേ? ഇപ്പോൾ വിഷപ്പരിപാടിയൊക്കെ എനിക്ക് തോന്നുന്നു കീറുക തന്നെ വേണം. അല്ലാതെ ഇത് ഓക്കെയാണ്, ഇവിടെ വരെയൊക്കെ 100% നടക്കത്തില്ല എന്താണല്ലോ. അപ്പോൾ കുറേയൊക്കെ ഒഴിവായി കിട്ടി. പിന്നെ സിവിയറായിട്ടല്ലേ എന്തിനും ഭയങ്കര സംശയാസ്പദമായ രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ മിക്സ് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാനല്ലേ, ഇത് നോർമൽ സംഭവങ്ങൾ. ഇപ്പോൾ എല്ലാത്തിനും ഓട്ടോപ്സി ചെയ്യണമെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പോൾ വീട്ടിൽ കിടന്ന് മരിച്ചെങ്കിൽ ലാസ്റ്റിലോട്ട് വരുന്ന വഴിക്കാണ് മരിച്ചെങ്കിൽ ഇത് മതി. അപ്പോൾ അത് കുറച്ചുകൂടെ ടൈം സേവിങ് ആയിരിക്കും. സ്പീഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതെല്ലാം കറക്റ്റാണ്. ആക്യുറസി മാത്രം പല സ്ഥലത്ത് കുറവായിരിക്കും. പിന്നെ ഇത് കൊണ്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറയുന്നത് കുറച്ച് ഡോക്ടർമാരുടെയും അത്രയും പരിപാടികളൊക്കെ ഇച്ചിരി കുറഞ്ഞിരിക്കും. പിന്നെ ഒരുപാട് പേര് മരിക്കുന്ന, പെട്ടെന്ന് കുറേ പേരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും കൂടെ ഇതൊക്കെ ചെയ്യാൻ നേരത്തെ ഇത് സ്പീഡ് ഉള്ളത് കൊണ്ട് കുറേ തള്ളി കയറ്റി വിടാം. കാര്യങ്ങൾ എളുപ്പമായി, അത് നല്ലതൊക്കെ തന്നെ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവിടെ ഈ 30 കോടി മുടക്കുമ്പോൾ ഈ മരിക്കുന്നവരുടെ എണ്ണം കൂടുന്നത് കൊണ്ടല്ലേ? അല്ലല്ലേ, അങ്ങനെയാണോ? എന്തായിരിക്കും അതിന്റെ കാരണം? ഇമാതിരി അതുമായിരിക്കാം, അല്ലെ ഫ്ലഡ് വരുമ്പോഴോ, അല്ലെ ഉരുൾപൊട്ടൽ സംഭവിക്കുമ്പോഴോ. പക്ഷെ ഞാൻ തിരക്ക് കുറയ്ക്കേണ്ട ഏരിയകൾ തൊട്ടപ്പുറത്ത് ഒരുപാടുള്ളപ്പോൾ ഇവിടുത്തെ തിരക്ക് അത്ര വലിയ തിരക്കായിട്ട് ആരും ഇതുവരെ പരാതിപ്പെട്ടിട്ടോ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല. അങ്ങനെ ഒരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ പല കേസന്വേഷണത്തിലും ഈ പറഞ്ഞ രീതികൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവിടെയും ഈ സിസ്റ്റം മൊത്തം കറക്റ്റഡ് ആയതുകൊണ്ട് ഈ ഒരു മെഷീൻ ഒന്നും ചെയ്യാനില്ല. കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി ഫുൾ ഡേറ്റ ഇവിടെ മറ്റേതാക്കി മറിച്ചാക്കി നടക്കാത്ത ട്രാൻസ്പെറൻസിയോ അതില്ലല്ലോ. അത് വന്നാൽ കുറച്ചുകൂടെ ഓക്കെ. നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ടൈം ടു ടൈം അപ്ഡേറ്റ്സ് ആണ് വേണ്ടത്. ഇപ്പോൾ ഒരു മരണം നടന്നു, അപ്പം തന്നെ ഈ മെഷീനിലോട്ട് കയറ്റി ആ റിസൾട്ടോടെ തന്നെ എല്ലാവരും കണ്ടു, വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കണ്ടു. അടുത്ത കെമിക്കൽ ലാബ് ടെസ്റ്റ് ചെയ്യുന്നു, പീസ് എടുത്തുകൊണ്ട് പോകുന്നു, ഓരോ സാമ്പിൾ എടുത്തുകൊണ്ട് പോയി ടെസ്റ്റ് ചെയ്യുന്നു, കുടലിനകത്ത് വിഷം, കണ്ടു. അതെല്ലാവരും അറിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ ഇത് അങ്ങനല്ലല്ലോ, ഇതെല്ലാം തെറ്റിക്കുമല്ലേ. കറപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും കറപ്റ്റഡ് സിസ്റ്റത്തിനകത്ത് എന്തുകൊണ്ട് വെച്ചിട്ടും കാര്യമല്ല. കമ്പ്യൂട്ടർ വരെ ഇവിടെ കറപ്റ്റഡ് ആയിപ്പോയി, ഇന്റർനെറ്റ് വരെ കറപ്റ്റഡ് ആയിപ്പോയി, പാക്കറ്റ് ഡേറ്റ വരെ തെറ്റിയാണ് വരുന്നത് ഇവിടെ പലയിടത്തുനിന്നും. തെറ്റിയെല്ലാം കിട്ടുന്നത് ആ ഇടയിലിരുന്നുകൊണ്ടാണ് കോപ്പുണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നടക്കാനൊന്നും പോകുന്നില്ല, നടത്തിയിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ അത്ര വലിയ വിഷയമല്ല ഇത്. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ കിടന്ന ആൾക്കാർ, ജീവനുള്ളവർ കിടന്ന് അനുഭവിക്കുന്നുണ്ട്. അതിനകത്തൊക്കെ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഈ മാതിരി സെൻറ്റിമെൻറ്റ്സ് ഒന്നും എനിക്കും ഇല്ല. മരിച്ചു കഴിഞ്ഞാൽ കീറി മുറിക്കുവോ, കത്തിച്ച് കളയുവോ, പുഴു തിന്നുവോ, എന്ത് വേണേലും ആയിക്കോളും. പിന്നെ ഇത്രയും ടൈം സേവ് ചെയ്ത് ഉണ്ടാക്കാനും വേണ്ടിയുള്ള വലിയ പരിപാടിയൊന്നും ഇല്ല ഇവിടെ. മനസ്സിലായില്ലേ? ഈ കൊലപാതക കേസിലൊക്കെ ഉള്ള അത്രയേ ഓട്ടോപ്സി ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്, ഫെസിലിറ്റികളുണ്ട്, ഗവൺമെൻറ്റിലുണ്ട്, അല്ലാതെ ഉണ്ട്, എവിടെയൊക്കെയോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വേണേൽ അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കാവുന്ന കേസൊക്കെ ഉള്ളൂ. പിന്നെ
ഭാവിയിൽ ഇത് എന്തോരം പ്രയോജനപ്രദമാകും എന്ന് ചോദിച്ചാൽ അതും ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ ഇതിനെ കറക്റ്റ് ചെയ്ത് ഇത് നശിക്കാനാ സാധ്യത. പിന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യത്തില്ല, അപ്ഗ്രേഡും ചെയ്യത്തില്ല. കാലാകാലങ്ങളായിട്ട് എല്ലാരും ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു. പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുമ്പോ തന്നെ താൻ അപ്ഗ്രേഡ് ആവും. ആകെപ്പാടെ ഇതുവരെ ആരും ചെയ്യാത്തത് ഇനി ചെയ്യേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം ട്രാൻസ്പെറൻസി. അതെ, കറപ്ഷൻ നിർത്താൻ പറ്റുമോ നോക്ക്. അല്ല, നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ച് നമ്മളെ ഞെട്ടിക്കാന്ന് വിചാരിക്കട്ടെ, ഞങ്ങൾ അതിനൊക്കെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരാണ്. നമുക്കിത് മൊത്തത്തിൽ സൊല്യൂഷൻ ആവേണ്ട, സൊല്യൂഷൻ കിട്ടുകയും ചെയ്യും. പിന്നെ ഈ മെഷീൻ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക, അപ്ഗ്രേഡ് ചെയ്യാതിരിക്കുക, മനസ്സിലായോ? അതെല്ലാം നടക്കും ഇവിടെ. കുറച്ചാളായും ഇതിന്റെ അഡ്വാൻസ് ടെക്നോളജി വന്നാൽ ഇവരെടുക്കത്തൊന്നും ഇല്ലെന്നേ. അതെ അതെ, വെട്ടിച്ചെന്നും പറഞ്ഞോണ്ട് അതാ പറഞ്ഞ. ഈ നാട്ടിൽ ഇരുന്നോണ്ടാ ഇത് പറയുന്നത്. ഇതൊക്കെയാണ് അവസ്ഥ ഇവിടുത്തെ. അല്ല, ഇവരിത് ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇരിക്കുന്ന പല മെഷീൻസും ഒന്നും അത്ര കറക്റ്റ് ഒന്നും അല്ലെന്നേ. ഞാൻ ഒരു പ്രാവശ്യം ECG എടുത്തപ്പോ ഇവിടെ അല്ല, കുവൈറ്റില് ഗവൺമെന്റ് ആശുപത്രിയില്ല, ആ ECG മെഷീന്റെ ഫയറൊക്കെ ഇട്ട് അവരിങ്ങനെ പിടിക്കുക. അപ്പൊ ഇവിടുത്തെ ആ കാര്യം ഞാനിങ്ങനെ ആലോചിച്ചു, എടാ അവിടെ ഇത്രയ്ക്കും ഒരു മെഷീൻ ഉണ്ടെങ്കിൽ കേരളത്തിൽ എന്തായിരിക്കും മനസ്സിലായി. അവിടുത്തെ ഗവൺമെന്റ് ആശുപത്രി ചെറിയ പ്രശ്നമാണ്, പക്ഷെ എന്നാൽ പോലും അതിങ്ങനെ പിടിച്ച് ഇവന്മാര് നോക്കിയിട്ട് വന്നോ എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ച് കാണിക്കുക. ഞാനിത് വിളിച്ചു പറയുമെന്നൊക്കെ അവന്മാർ വിചാരിച്ചു, പക്ഷെ അങ്ങനെയൊന്നും പറയാൻ നിന്നില്ല. ഇനി ഇവിടുത്തെ ആശുപത്രിയിലേക്ക് കയറി കഴിഞ്ഞാൽ, ഈ ഗവൺമെന്റ് ആശുപത്രിയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ കീഴേന്ന് ക്യൂ തുടങ്ങുക. ഈ പേഷ്യന്റ് തൊട്ട് പുറകിൽ ആളിങ്ങനെ നിൽക്കുക. ഈ ഡോക്ടർക്ക് നിന്ന് തിരിയാൻ സമയമില്ല. അങ്ങനെയാണ് ഈ അബദ്ധങ്ങളൊക്കെ ഡോക്ടർമാർക്ക് പറ്റുന്നത്. എന്നിട്ട് ആ ഡോക്ടറെ തെറി വിളിക്കുകയോ ചീത്ത വിളിക്കുകയോ ഡോക്ടറെ പിരിച്ചു വിടുകയോ, എന്നിട്ട് വീണ ജോർജ് ഇറങ്ങി പെടലി വെട്ടിയെന്ന് പറഞ്ഞ് അതേ ആശുപത്രി വന്ന് ഡോക്ടർമാരുടെ ചികിത്സയ്ക്ക് വിധേയാകുകയൊക്കെ ചെയ്യുന്നത്. അവിടെ കിടന്ന് ഡ്രാമ കളിക്കുക. ഇവരെ തന്നെ നശിപ്പിച്ചിട്ട്. കള്ളന്മാർ ഓരോ കള്ളത്തരം കൊണ്ട് വന്നേക്കുക. ഉഡായിപ്പ് ടീംസ്. ഇനി ഇവരുടെ ഉടായ്പ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇത്രയും നാൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉടായ്പാണ് കണ്ടതെങ്കിൽ ഇനി കോൺഗ്രസ് പാർട്ടിയുടെ ഉടായ്പ കാണാൻ എല്ലാവരും തയ്യാറായിരിക്കുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു വലിയ വ്യത്യാസമൊന്നും ഒരുത്തിനും ഉണ്ടാക്കുന്നൊന്നുമില്ല. പിന്നെ ഇപ്പം ഈ പറഞ്ഞ കിഷ്ടം ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല.